മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ.എം. എബ്രഹാമിനെതിരെ ജോമോൻ പുത്തൻപുരയ്ക്കൽ പിണറായി വിജയന് പരാതി നൽകി. തനിക്കെതിരായ എബ്രഹാമിന്റെ ആരോപണങ്ങൾ ഹൈക്കോടതി നേരത്തെ തള്ളിയതാണ്. അതിൽ അന്വേഷണം ആവശ്യപ്പെടുന്നത് നിയമവിരുദ്ധമാണെന്നും ജോമോൻ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ പറയുന്നു. തനിക്കെതിരെ ജോമോൻ പുത്തൻപുരയ്ക്കൽ രണ്ടുപേരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നുമാണ് കെ.എം. എബ്രഹാം മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ ആഴ്ച നൽകിയ കത്തിൽ പറഞ്ഞിരുന്നത്. ഇതിൽ അന്വേഷണം നടത്താൻ വേണ്ടിയുള്ള ആലോചന സർക്കാർ നടത്തുന്നതിനിടയിലാണ് ജോമോൻ പുത്തൻപുരയ്ക്കൽ കെ.എം. എബ്രഹാമിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഹൈക്കോടതി തള്ളിയ ആരോപണങ്ങളാണ് കെ.എം. എബ്രഹാം വീണ്ടും തനിക്കെതിരെ ഉന്നയിക്കുന്നത്. ഗൂഢാലോചന നടന്നത് തനിക്കെതിരെയാണെന്നാണ് ജോമോൻ പറയുന്നത്. എബ്രഹാമിനെതിരെ വിജിലൻസ് കോടതിയെ സമീപിച്ചതിന് പിന്നാലെ അദ്ദേഹത്തിന് തന്നോട് വ്യക്തിവിരോധമുണ്ട്. താൻ PWD റെസ്റ്റ് ഹൗസ് ദുരുപയോഗം ചെയ്തെന്ന ആരോപണത്തിൽ അന്വേഷണം നടന്നത് എബ്രഹാമിനെതിരെ വിജിലൻസ് കോടതിയെ സമീപിച്ചതിന് ശേഷമാണ്. ധനകാര്യ പരിശോധനാ വിഭാഗം റിപ്പോർട്ട് തയ്യാറാക്കിയത് തന്റെ ഭാഗം കേൾക്കാതെയാണ്. ഉദ്യോഗസ്ഥ തലത്തിലെ സ്വാധീനം ഉപയോഗിച്ച് തനിക്കെതിരെ എബ്രഹാം കള്ള റിപ്പോർട്ട് ഉണ്ടാക്കുകയായിരുന്നുവെന്നും ജോമോൻ പുത്തൻപുരയ്ക്കൽ പരാതിയിൽ പറയുന്നുണ്ട്. താൻ രണ്ടുപേരുമായി ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം എബ്രഹാം നേരത്തെ ഉന്നയിച്ചതാണ്. ഇത് വീണ്ടും ഉയർത്തുന്നത് CBI അന്വേഷണത്തിലെ ജാള്യത മറയ്ക്കാൻ വേണ്ടിയാണെന്നും കത്തിൽ ആരോപിക്കുന്നുണ്ട്. CBI അന്വേഷണത്തിന്റെ വിധിപ്പകർപ്പ് കൂടി ചേർത്താണ് ജോമോൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.